മലയാളം തമിഴ് സിനിമ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത നായികയാണ് ഗോപിക. 2000ന്റെ തുടക്കത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ ഈ താരം കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് അഭിനയ രംഗത്തോട് വിട പറഞ്ഞത്. വർഷങ്ങൾ നീണ്ട ഈ ഇടവേളയ്ക്ക് ശേഷം തന്റെ പഴയ തമിഴ് ചിത്രമായ ഓട്ടോഗ്രാഫിന്റെ റീ റിലീസുമായി ബന്ധപ്പെട്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഗോപിക വീണ്ടും പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടത് ആരാധകർക്ക് വലിയ ആവേശമായി. ബിഗ് സ്ക്രീനിൽ അല്ലെങ്കിലും പ്രിയതാരത്തെ വീണ്ടും കണ്ടതിന്റെ സന്തോഷം സോഷ്യൽ മീഡിയയിൽ അലയടിക്കുകയാണ്. ഈ അവസരത്തിൽ ഗോപികയുടെ സിനിമാ യാത്ര, വിവാഹം, വ്യക്തിപരമായ ജീവിതം, വിവാദങ്ങളില്ലാത്ത കരിയർ എന്നിവയെല്ലാം ശ്രദ്ധേയമായി വിശകലനം അർഹിക്കുന്നു. സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ചുരുക്കം ചില നടിമാരിൽ ഒരാളാണ് ഗോപിക. 2013 പുറത്തിറങ്ങിയ പാരിയത്ര പോര എന്ന സിനിമയാണ് ഗോപികയുടെ അവസാനമായി പുറത്തിറങ്ങിയ ചിത്രം. അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പോലും സജീവമല്ലാത്ത താരം ഭർത്താവ് അജീഷ് ചാക്കോയ്ക്കും മക്കൾക്കുമൊപ്പം ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. വിവാഹശേഷം ഭർത്താവിനൊപ്പം അയർലൻഡിലേക്ക് പോയ ഗോപിക പിന്നീട് ഓസ്ട്രേലിയയിലേക്ക് താമസം മാറുകയായിരുന്നു. അഭിനയ തിരക്കുകളിൽ നിന്നും മാറി കുടുംബജീവിതത്തിന് പൂർണ്ണ പ്രാധാന്യം നൽകിയാണ് താരം മുന്നോട്ട് പോകുന്നത്. ഇത്തരം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഗോപികയെ വീണ്ടും കണ്ടത് ഓട്ടോഗ്രാഫ് റീ റിലീസുമായി ബന്ധപ്പെട്ട വീഡിയോയിലൂടെയാണ്. ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെയും ചിത്രത്തെയും അഭിനന്ദിച്ചുകൊണ്ട് താരം സംസാരിക്കുന്നത് ആരാധകർക്ക് വളരെയധികം ഓർമ്മകൾ സമ്മാനിച്ചു. ഓട്ടോഗ്രാഫിലെ കഥാപാത്രം തന്റെ കരിയറിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണെന്ന് ഗോപിക വീഡിയോയിൽ പറയുന്നുണ്ട്. 2000ന്റെ ആദ്യ വർഷങ്ങളിൽ മലയാള സിനിമയിൽ വലിയ താരപ്രഭാവം ഉണ്ടാക്കിയ നായികമാരുടെ കൂട്ടത്തിലാണ് ഗോപികയുടെ സ്ഥാനം. കാവ്യ മാധവൻ, മീര ജാസ്മിൻ, നവ്യ നായർ തുടങ്ങിയവരുമായി ഗോപിക ശക്തമായ മത്സരമാണെന്ന് കാഴ്ചവെച്ചത്. 2002 പുറത്തിറങ്ങിയ പ്രണയമണി തൂവലായിരുന്നു ഗോപികയുടെ ആദ്യ ചിത്രം. ഈ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും 2004 പുറത്തിറങ്ങിയ ഫോർ ദി പീപ്പിൾ എന്ന ചിത്രം ഒരു വലിയ ഹിറ്റായി മാറി. ഈ ചിത്രത്തിലെ പ്രകടനം ഗോപികയുടെ കരിയറിലെ വഴിത്തിരിവായി. പിന്നീട് ഗോപികയ്ക്ക് കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മലയാളത്തിലും തമിഴിലും ഒന്നിനു പിറകെ ഒന്നായി ഹിറ്റുകൾ ലഭിച്ചു. ചാന്ത് പൊട്ട്, പച്ചക്കുതിര, മായാവി, അലിഫായ്, അണ്ണൻ തമ്പി തുടങ്ങിയ വാണിജ്യപരമായും നിരൂപകരമായും വിജയിച്ച സിനിമകളിൽ താരം നായികയായി. ഓട്ടോഗ്രാഫ് എന്ന ചിത്രം തമിഴ് പ്രേക്ഷകർക്കിടയിലും ഗോപികയ്ക്ക് വലിയ ആരാധകരെ നേടിക്കൊടുത്തു. മലയാളം തമിഴ് സിനിമകളിൽ നായികയായി തിളങ്ങിയ ഈ കാലഘട്ടം ഗോപികയെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കി. താരതമ്യേന കുറഞ്ഞ കാലയളവ് കൊണ്ട് മലയാളത്തിന്റെ മുൻനിര നായികമാരുടെ കൂട്ടത്തിലേക്ക് ഉയരാൻ ഗോപികയ്ക്ക് സാധിച്ചു. സിനിമാ ലോകത്ത് പതിവുള്ള വിവാദങ്ങളിൽ നിന്നും ഗോസിപ്പുകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്ന് കരിയറിൽ മുന്നോട്ട് പോകാനായ ചുരുക്കം ചില നടിമാരിൽ ഒരാളാണ് ഗോപിക. ഇത് കുടുംബ പ്രേക്ഷകർക്കിടയിൽ താരത്തിന് വലിയ സ്വീകാര്യതയും നേടിക്കൊടുത്തു. അഭിനയ ജീവിതത്തിലെ മികച്ച സമയത്താണ് 2009 താരം വിവാഹിതയായത്. വിവാഹശേഷം വിദേശത്തേക്ക് പോയതോടെ ഗോപികയുടെ അഭിനയ ജീവിതത്തിന് ഏതാണ്ട് വിരാമമായി. ഭർത്താവ് ഡോക്ടർ അജീഷ് ചാക്കോയുമായുള്ള ഗോപികയുടെ വിവാഹം ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഗോപികയുടെ വിവാഹ വാർത്ത കേട്ട് സിനിമാ സുഹൃത്തുക്കൾ പോലും അമ്പരന്നിരുന്നു. ഗോപികയുടെ വിവാഹത്തെക്കുറിച്ച് നടി കാവ്യ മാധവൻ ഒരിക്കൽ സംസാരിച്ചതും വളരെ രസകരവും ശ്രദ്ധേയവുമായിരുന്നു. കാവ്യയുടെ വാക്കുകൾ ഗോപികയുടെ വിവാഹം എത്ര പെട്ടെന്നായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. വിവാഹം എന്നത് തലയിൽ വരച്ചതുപോലെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗോപികയുടെ കല്യാണം. ഞങ്ങൾ എല്ലാവരും ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണ്. അവൾ കല്യാണം നോക്കി തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നു. 2 ആഴ്ച മുമ്പ് വരെ ഞങ്ങൾ കണ്ടതുമാണ്. അപ്പോൾ കാര്യമായി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നോക്കി വെച്ചിട്ടേ ഉള്ളൂ. 2ാമത്തെ ആഴ്ച ആയപ്പോഴേക്കും അവൾ എന്നെ വിളിച്ച് കൺഫേം ആയി. നീ ഇതാരോടും പറയണ്ട എന്ന് പറഞ്ഞത് എല്ലാം പെട്ടെന്നായിരുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞു. അടുത്ത ആഴ്ച കല്യാണവും കഴിഞ്ഞു. അവളിപ്പോൾ അയർലൻഡിൽ അവളുടെ വീട്ടിലും എത്തി. കുറച്ച് മാസങ്ങൾ കൊണ്ട് അവളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വന്നത്. എനിക്കും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, കാവ്യ എന്ന തമാശയോടെ പറഞ്ഞു. വിവാഹത്തെക്കുറിച്ചുള്ള ഗോപികയുടെ രഹസ്യം, സിനിമാ സുഹൃത്തുക്കളോടുള്ള അവരുടെ സൗഹൃദം, വിവാഹ ജീവിതത്തിലേക്ക് എത്ര വേഗമാണ് അവൾ പ്രവേശിച്ചത് എന്നതിനെല്ലാം കാവ്യയുടെ വാക്കുകൾ അടിവരയിടുന്നുണ്ട്. ആ സമയത്ത് കാവ്യമാധവന്റെ വീട്ടിലും കല്യാണാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നുവെന്ന സൂചനകളും ഈ സംഭാഷണത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഓട്ടോഗ്രാഫിന്റെ റീ റിലീസുമായി ബന്ധപ്പെട്ട് ഗോപിക വീണ്ടും പൊതുരംഗത്ത് വന്നതും സിനിമയോടും താരത്തോടുമുള്ള പ്രേക്ഷകരുടെ സ്നേഹം എത്രമാത്രം വലുതാണെന്നും തെളിയിക്കുന്നു. വിവാദങ്ങളില്ലാത്ത കരിയറും കുടുംബാന്തരീക്ഷത്തിന് വേണ്ടി അഭിനയം ഉപേക്ഷിച്ച തീരുമാനവും ഗോപിക ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികയായി നിലനിർത്തുന്നു. ഓസ്ട്രേലിയയിലെ സുരക്ഷിതമായ കുടുംബജീവിതത്തിൽ സന്തോഷവതിയായിരിക്കുന്ന ഗോപിക ഇടയ്ക്കിടെയെങ്കിലും സിനിമയിലേക്ക് തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ.